ഹായ് മക്കളെ, നമസ്കാരം. മാസ്റ്റർ കെയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കമ്പനി ബോർഡ് LGSന്റെ മുൻകാല വർഷങ്ങളിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് സിമ്പിൾ ആയിട്ടാണോ, ഇത്രയും സിമ്പിൾ ആയിരുന്നോ മാത്സ് എന്ന് പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. ഒരു പരീക്ഷ എന്ന് വെച്ചാൽ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന പരീക്ഷയുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് മാത്സിന്റെ 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന 20 മാർക്ക് ആയിരിക്കും അത്. നിങ്ങൾ എത്ര GK പഠിച്ചെന്ന് പറഞ്ഞാലും ശരി, ഈ 20 മാർക്കും കൂടെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾ ഒരുപാട് റാങ്ക് താഴെ പോകും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് എന്ത് പറയുന്നത്, മാത്സ് എന്ന് പറയുന്നത്. കാരണം മലയാളമില്ല, ഇംഗ്ലീഷ് ഇല്ല. ഓക്കെ, അപ്പൊ ഒരു റാങ്ക് നിർണ്ണയിക്കുന്നത് ഈ മാത്സിനെ കുറിച്ചായിരിക്കും. മാത്സ് അറിയാവുന്നവർക്ക് നല്ല റാങ്ക് കിട്ടും. വളരെ സിമ്പിൾ ആയിരിക്കും മാത്സ് എന്ന് പറയുന്നത്. വളരെ, നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ മതി. വളരെ വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും ഓരോ ക്വസ്റ്റ്യൻസും പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അത് വിചാരിക്കും ഇത്രയും സിമ്പിൾ ആയിരുന്നോ എന്ന് തോന്നും. ഓക്കെ, ഇത് ഈ ചെയ്യുന്നത് കമ്പനി ബോർഡ് LGSന്റെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 10840 മുതൽ 10871 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളിൽ ആകെ എത്ര സംഖ്യകളുണ്ട്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ കണ്ടല്ലോ, ഇത് വളരെ സിമ്പിളാ. 10840 മുതൽ 10871 വരെ. അപ്പൊ ഈ മുതൽ എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ഒരു പണിയാ. മുതൽ ശ്രദ്ധിച്ചോണം, പണി മേടിച്ചു കൂട്ടരുത്. നിങ്ങൾ ഒറ്റ കാര്യം ആലോചിക്കുക. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഈ 10871 നിന്ന് 10840 കുറയ്ക്കണം. അപ്പൊ അത്ര എഴുതി കുറയ്ക്കൊന്നും വേണ്ട. നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചേ. ഇവിടെ നോക്കിയേ, ഇവിടെ 108, ഇവിടെയും 108, അത് രണ്ട് സെയിം അല്ലയോ? പിന്നെ ബാക്കി എന്താ ചെയ്താൽ മതി? ഇവിടെ 40ഉം 71 ഇല്ലേ? നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ 71 നിന്ന് 40 കുറച്ചാൽ മതി. 71 നിന്ന് 40 കുറച്ചാൽ 31 കിട്ടും. 31 കിട്ടും. അല്ലാതെ ഈ 10871 നിന്ന് 10840 കുറച്ചാൽ ഇതേ 31 തന്നെ കിട്ടത്തുള്ളൂ. അത് വേറെ കാര്യം. ഓക്കെ, അപ്പൊ 31 എഴുതും. ഓപ്ഷനകത്ത് 31 കിടപ്പുണ്ട്. ഇത് കൊണ്ട് കറപ്പിക്കരുത്. ഇത് തെറ്റാണ്. കാരണം ഇവിടെ ഒരു മുതൽ എന്ന് പറയുമ്പോൾ 10840 മുതൽ എന്ന് പറയുമ്പോൾ 10840 വേണം. ഈ കുറയ്ക്കുമ്പോൾ 10840 വരെ നിങ്ങൾ കുറച്ച് മാറ്റി. 10871 നിന്ന് 10840 വരെ കുറച്ച് മാറ്റി. മനസ്സിലായി? ബാക്കി 31 തന്നെ ഉള്ളു. 10840 നമുക്ക് നഷ്ടപ്പെട്ടു. ആ 10840 എന്ന് പറഞ്ഞ ആ സംഖ്യ കൂടെ നമുക്ക് വേണം. അപ്പൊ നമ്മുടെ ആൻസർ 31 + 1 = 32 ആയിരിക്കും. ആൻസർ എന്ന് പറയുന്നത് ബി ഓപ്ഷൻ ആയിരിക്കും ആൻസർ. കാര്യം എന്താ? ഇതിന് ശേഷം 10840 ശേഷം 31 സംഖ്യകൾ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പൊ 10840 കൂടെ ചേർക്കുമ്പോൾ മൊത്തത്തിൽ 32 സംഖ്യകളായിരിക്കും ഉള്ളത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉള്ളൂ, വളരെ എളുപ്പം. അപ്പൊ മനസ്സിലായോ? വളരെ എളുപ്പമാണ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഓക്കെ, 1 3/4 പ്ലസ് 1 3/4 പ്ലസ് അതേപോലെ 2 1/2 പ്ലസ് 5 1/4 മൈനസ് 3 1/2. ഇതിന്റെ വിലയാണ് ചോദിച്ചിരിക്കുന്നത്. കാര്യമൊന്നുമില്ല. നിങ്ങൾ ഒറ്റ കാര്യം ആലോചിക്കോ. നോക്കിയേ, ഇവിടെ പൂർണ്ണമായുള്ള സംഖ്യകൾ എത്രയൊക്കെ നോക്കണ്ടോ? 1 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്, 3 ഉണ്ട്. നിങ്ങൾക്ക് ആദ്യം സിമ്പിൾ ലോജിക്ക് ചെയ്യാം. സിമ്പിൾ ലോജിക്ക് നമുക്ക് അങ്ങ് ചെയ്യാം. ഓക്കെ, ഇവിടെ 1 ഉണ്ട്, 1 എഴുതി. പ്ലസ് ഇവിടെ എത്ര ഉണ്ട്? 2 ഉണ്ട്, 2 എഴുതി. പ്ലസ് ഇവിടെ എത്ര ഉണ്ട്? 5 ഉണ്ട്. ഓക്കെ, പിന്നെന്തോ ഇവിടെ 3 കുറയ്ക്കുക, -3. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? പൂർണ്ണ സംഖ്യകളെല്ലാം കൂട്ടും. 1 എഴുതി, 2 5 അതെല്ലാം കൂട്ടാനാകുമ്പോൾ കൂട്ടി, ഇവിടെ 3 കുറയ്ക്കാനായിട്ട് കുറച്ച്. അപ്പൊ നമ്മൾ നോക്കിയേ, ഇതെല്ലാം കൂട്ടുമ്പോ 3 3 5 3 8. 8 നിന്ന് 3 കുറച്ച് എത്ര കിട്ടും? 5 കിട്ടും. ഓക്കെ ആണല്ലോ? 1 2 3 3 5 8. 8 നിന്ന് 3 കുറയ്ക്കുമ്പോൾ 5 കിട്ടും. അല്ലെങ്കിൽ ഈ 3 കൂടെ ക്യാൻസൽ ആയിപ്പോയി, ബാക്കി 5 കിട്ടും. ഇത്രയും വരെ ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു 3/4 എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം മുക്കാൽ എന്നാ. ഓക്കെ, ഇവിടെ എന്തുണ്ട്? ഒരു 1/2 ഇടം. ഇവിടെ അതേപോലെ എന്തുണ്ട്? ഇവിടെ ഒരു 1/4 കിടപ്പുണ്ട്. മുക്കാല്, ഈ മുക്കാൽ ഇവിടെ കാല്. ഓക്കെ ആണല്ലോ? പ്ലസ് ഇവിടെ എന്തുണ്ട്? ഒരു 1/2 അര കിടപ്പുണ്ട്. 1/2 ഇവിടെ ഒരു മൈനസ്. ഇവിടെ മൈനസ് സൈൻ നോക്കണം. മൈനസ് അരയാ. അപ്പൊ ഒരു മൈനസ് അര. ഓക്കെ, യെസ്. ഇത്രയും കാര്യം കിട്ടില്ല. നമുക്ക് ഇവിടെ ആദ്യം 5 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 3/4 എന്ന് വെച്ചാൽ മുക്കാല. 1/4 എന്ന് വെച്ചാൽ കാല. മുക്കാലും കാലും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടി? 1 കിട്ടും. ഓക്കെ,
ഈ അരയിൽ നിന്ന് അര കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 0 കിട്ടും. അപ്പൊ ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? ഇവിടെ 1 കിട്ടി. മനസ്സിലായോ? കാല് മുക്കാലോട് കൂടുമ്പോൾ 1 കിട്ടി. അതേപോലെ അരയിൽ നിന്ന് അര കുറച്ചപ്പോ 0. അപ്പൊ ബാലൻസ് ഇനി എന്തുകൊണ്ട്? 1 മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു 1 ഉണ്ട്, നേരത്തെ ഒരു 5 ഉണ്ട്. അത് തമ്മിൽ കൂട്ടിയാൽ മതി. 5 + 1, ഈ 5ഉം ഈ 1 കൂടെ കൂട്ടും. 5 1 കൂടെ കൂടുമ്പോൾ എത്ര കിട്ടിയിടും? 6 കിട്ടും. ബി ഓപ്ഷൻ ആണ് ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ? ഇത്രേ ഉള്ളൂ. മനസ്സിലായോ? നമ്മൾ ചിന്തിക്കുമോ, നമ്മൾ എണ്ണി കൂട്ടാം. 1 2 3 3 5 8 8 ന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ 5. ഓക്കെ ആണല്ലോ. കാലും മുക്കാലൂടെ ചേരുമ്പോൾ, മുക്കാലും കാലോടെ ചേരുമ്പോൾ 1, 5 1 6, അരയിൽ അര കുറച്ചാൽ 0. ആൻസർ 6. ഇങ്ങനെ മനസ്സിൽ എണ്ണി അങ്ങ് കൂട്ടാം. അത്രേ ഉള്ളൂ. വേറെ അത് ചെയ്യേണ്ട പരിപാടികളൊന്നും ഇല്ല. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ മീനു തന്റെ യാത്രയുടെ 3/4 ഭാഗം ബസ്സിലും ബാക്കിയുള്ള ഭാഗം ബാക്കി 5 കിലോമീറ്റർ ഓട്ടോയിലുമാണ് സഞ്ചരിച്ചത് എങ്കിൽ മീനു ആകെ എത്ര കിലോമീറ്റർ യാത്ര ചെയ്തു? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മീനു തന്റെ യാത്രയുടെ 3/4 ഭാഗം സഞ്ചരിച്ചത് ബസ്സിലാണ്. അപ്പോ മൊത്തത്തിൽ സഞ്ചരിച്ച 3/4 ആണെങ്കിൽ 4ൽ 4 എത്തണം. അപ്പൊ ബാലൻസ് എത്രയാണ്? ഇതെന്ന് വെച്ചാൽ മുക്കാലാണ്. മുക്കാൽ ഭാഗവും അയാൾ സഞ്ചരിച്ചേക്കുന്നത്. 3/4 എന്ന് വെച്ചാൽ മുക്കാലാണ്. മുക്കാൽ ഭാഗവും സഞ്ചരിച്ചേക്കുന്നത് എങ്ങനെയാണോ? ബസ്സിലാണ് സഞ്ചരിച്ചേക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാൽ ഭാഗം അല്ലൂടോ? ബാക്കിയുള്ള കാൽ ഭാഗമായിരിക്കും അയാൾ എങ്ങനെ സഞ്ചരിക്കുന്നത്? ട്രെയിനിൽ സഞ്ചരിക്കുന്നത്. കാൽ ഭാഗം എന്ന് പറയുന്നതാണ് ട്രെയിനിൽ സഞ്ചരിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നോക്കാം. നമുക്ക് ഈ കാൽ ഭാഗം എന്ന് പറയുന്നത് ട്രെയിനിലാണ് സഞ്ചരിച്ചിരിക്കുന്നത്. അല്ല സോറി, കാൽ ഭാഗം സഞ്ചരിച്ച ഓട്ടോയിലാണ് സഞ്ചരിക്കുന്നത്. കാൽ ഭാഗം ഓട്ടോയിലാണ് സഞ്ചരിച്ചിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ എന്താ ഇത് രണ്ടുകൂടെ കൂട്ടുമ്പോഴേ 1 കിട്ടുന്നത്. രണ്ടുകൂടെ കൂട്ടാൻ ഫുള്ള് യാത്ര ഫുൾ ആവണമെങ്കിൽ മേളിലും താഴെ ഒരേ നമ്പർ തന്നെ പറഞ്ഞു. ഓക്കെ, ഇവിടെ ഛേദങ്ങൾ തുല്യമായിട്ട് 4 എടുത്തു. മേളിൽ കിടക്കുന്ന 3 ഒന്നുകൂടെ കൂട്ടും. 3 ഒന്നുകൂടെ കൂടുമ്പോൾ 4/4 1 ഇതാണ് യാത്ര കംപ്ലീറ്റ് ആവും. ഓക്കെ ആണല്ലോ. അപ്പൊ അതിൽ നമുക്കൊരു കാര്യം മനസ്സിലായി. മുക്കാൽ ഭാഗം ബസ്സിൽ പോയി എന്ന് പറഞ്ഞാൽ ബസ്സിൽ പോയി എന്ന് പറഞ്ഞാൽ ബാക്കി കാൽ ഭാഗമായിരിക്കും ഓട്ടോയിൽ പോയേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം കാൽ ഭാഗം. അപ്പൊ ബാലൻസ് ഉള്ളത് കാൽ ഭാഗമാണ്. ഈ കാൽ ഭാഗം എങ്ങനെ കിട്ടുമെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ മതി. മൊത്തം സഞ്ചരിക്കുന്ന 1 ഈ 1ൽ നിന്ന് എന്ത് ചെയ്താൽ മതി? മുക്കാൽ ഭാഗം ബസ്സിലല്ലേ? മുക്കാൽ ഭാഗം ബസ്സിലാ പോയത്. മുക്കാൽ കുറച്ചാൽ മൊത്തം 1 അതിൽ മുക്കാൽ കുറച്ചാൽ ബാക്കി കാലേ വരത്തുള്ളൂ. നമ്മൾ ഇങ്ങനെ എല്ലാ സംഖ്യയുടെ താഴെ ഒരു 1 ഉണ്ട്. 1 എഴുതുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 1 × 4 ഇത് ക്രോസ് ചെയ്യുക. 1 × 4 4 -1 × 3 ഓക്കെ ആണല്ലോ. 4 - 3 ഡിവൈഡഡ് ബൈ 1 × 4 4. 4 ന്ന് 3 കുറച്ചാൽ 1 ഇട്ട് 1/4. ഇതാണ് കാല്. ഇതാണ് ഞാനും പറഞ്ഞത്. മുക്കാൽ ഭാഗം ബസ്സിൽ പോയാൽ ബാക്കിയുള്ളത് കാൽ ഭാഗം. ആ കാല് കിട്ടുന്ന അറിഞ്ഞുവിടാന്നുണ്ടെങ്കിൽ ഈ രീതി ചെയ്താൽ അത് 1ൽ നിന്ന് എന്ത് ചെയ്താൽ മതി? 3/4 കുറയ്ക്കുമ്പോൾ ബാക്കി കാൽ ഭാഗം കിട്ടും. ഈ കാൽ ഭാഗമാണ് അയാൾ പോയേക്കുന്നത്. കാൽ ഭാഗം എങ്ങനെ? ഓട്ടോയിൽ പോയേക്കുന്നത്. ഈ കാൽ ഭാഗം എന്ന് പറയുന്നതാണ് എത്ര? 5 കിലോമീറ്റർ എന്ന് പറഞ്ഞു. കാൽ ഭാഗം 5 കിലോമീറ്റർ ആണെങ്കിൽ അരഭാഗം 10 കിലോമീറ്റർ, മുക്കാൽ ഭാഗം 15 കിലോമീറ്റർ. അപ്പോൾ ഫുൾ എത്ര? 20 കിലോമീറ്റർ ആയിരിക്കും. മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുക. കാൽ ഭാഗം 5 ആണെങ്കിൽ അരഭാഗം 10 കിലോമീറ്റർ ആണ്. മനസ്സിലായല്ലോ. മുക്കാൽ ഭാഗം 15 കിലോമീറ്റർ ആണ്. ഫുള്ള് 20 കിലോമീറ്റർ ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ മൊത്തം സഞ്ചരിച്ച ദൂരത്തെ എക്സ് എന്ന് എടുക്കുക. മൊത്തം സഞ്ചരിച്ച ദൂരം എക്സ്. ഈ എക്സിന്റെ കാൽ ഭാഗം എന്ന് പറയുന്നതാണ് 5 കിലോമീറ്റർ. എക്സ് മൊത്തം സഞ്ചരിച്ച ബാക്കിയുള്ള കാൽ ഭാഗം. ഈ കാൽ ഭാഗം എന്ന് പറയുന്നതാണ് 5 കിലോമീറ്റർ എങ്കിൽ എക്സ് എത്ര കണ്ടുപിടിക്കുക? എക്സ് ഈസിക്കൽ ടു 5. ഓക്കെ, നമുക്ക് എന്താ ഈ 1/4 സമത്തിന് അപ്പുറം കൊണ്ടുപോവാ. 4 ഇവിടെ ഹരിച്ചു വെക്കുക. അപ്പുറത്ത് പോകുമ്പോൾ ഗുണിക്കണം. × 4. ഈ 1 ഇവിടെ മേളിലെ കിടക്കുന്നത്. അത് ഗുണിച്ചു വെക്കുക. ഇപ്പുറത്ത് വരുമ്പോൾ ഹരിക്കണം. ഡിവൈഡഡ് ബൈ 1. I 4 20. അപ്പൊ മൊത്തം അയാൾ സഞ്ചരിച്ചിരിക്കുന്ന ദൂരം എന്ന് വെച്ചാൽ 20 കിലോമീറ്റർ. എത്ര ഇട്ടോ? 20 കിലോമീറ്റർ ആണ്. എ ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. എ ഓപ്ഷൻ ആണ്. ക്ലിയർ ആവുന്നുണ്ടേ? ഓക്കെ ആണേ? യെസ്, സംഭവം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടേ? ക്ലിയർ ആണേ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ, ഒറ്റയാനെ കണ്ടെത്തുക. ഓക്കെ ആണല്ലോ. ഈ ഒറ്റയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ 2,6,7,11 2, 6, 7, 11 ഇതാണല്ലോ. ഇതിനകത്ത് ഒറ്റയാൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒറ്റയാൻ കണ്ടെത്താൻ ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ കാര്യമൊന്നുമില്ല. നോക്കിയേ, ഈ 2 എന്ന് പറയുന്നത് അഭാജ്യ സംഖ്യ, പ്രൈം നമ്പരാ. അതേപോലെ തന്നെ 7 എന്ന് പറയുന്നത് അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പരാ. 11 എന്ന് പറയുന്നത് അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പരാ. ഈ 6 എന്ന് പറയുന്നത് കോമ്പോസിറ്റ് നമ്പർ. 6 എന്ന് പറയുന്നതാണ് കോമ്പോസിറ്റ് നമ്പർ ആണ്. അപ്പൊ ഇതിനകത്ത് ഓഡ് 1 എന്ന് പറയുന്നത് ഓക്കെ
4ആണ്. മനസ്സിലല്ലോ? കോമ്പോസിറ്റ് നമ്പർ അല്ലെങ്കിൽ ഭാജ്യസംഖ്യ എന്ന് പറയുന്നത് 4ആണ്. ക്ലിയർ? അല്ല സോറി, 6ആണ് ഭാജ്യസംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇതിന് ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പൊ 2, 6, 7, 11 ബാക്കി ഇതെല്ലാം എന്താണ്? ഭാജ്യസംഖ്യ, പ്രൈം നമ്പർ ആണ്. ഇത് മാത്രമാണ് കോമ്പോസിറ്റ് നമ്പർ ആണ്, ഭാജ്യസംഖ്യയാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു കടയിൽ സോപ്പുകൾ അടുക്കി വെച്ചിരിക്കുന്നു. ഏറ്റവും താഴത്തെ വരിയിൽ 20ഉം അതിന് മുകളിൽ 18ഉം അതിന് മുകളിൽ 16 എന്ന ക്രമത്തിലാണ്. ഏറ്റവും മുകളിലത്തെ വരിയിൽ 2 സോപ്പുകളാണ് ഉള്ളതെങ്കിൽ ആകെ എത്ര വരികളുണ്ട്? ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻ നോക്കിയാൽ അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കടയിൽ സോപ്പുകൾ അടുക്കി വെച്ചിരിക്കുന്നു. ഏറ്റവും താഴത്തെ വരിയിൽ 20, അതിന് മുകളിൽ 18, അതിന് മുകളിൽ 16, അങ്ങനെ ഏറ്റവും മുകളിലത്തെ വരിയിൽ 2 ആണ് എങ്കിൽ ആകെ എത്ര വരികളുണ്ടെന്ന് ചോദിക്കും. ഇതെന്ന് വെച്ചാൽ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ സമാന്തര ശ്രേണിക്കാത്ത ക്വസ്റ്റ്യൻ ആണ്, ഏൽപ്പിക്കാത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഏറ്റവും മുകളിലത്തെ വരിയിൽ ഏറ്റവും താഴത്തെ വരിയിൽ എത്ര? 20. ഓക്കെ ആണല്ലോ? ഏറ്റവും താഴത്തെ വരിയിൽ 20. അപ്പൊ അടുത്ത വരിയിൽ എത്ര? 20 കഴിഞ്ഞാൽ അടുത്ത വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര? 18. ഓക്കെ ആണല്ലോ? അടുത്ത വരിയിൽ എത്ര? അടുത്ത വരിയിൽ വരുന്നത് 16. ഓക്കെ ആണല്ലോ? അടുത്ത അങ്ങനെ പോയി അവസാനത്തെ വരിയിൽ വന്നത് 2ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ എത്രയാണ്? 20, 16, 18, 16, 2 ഇങ്ങനെയാണ് വരികൾ പോകുന്നത്. ഓക്കെ ആണല്ലോ? ഇത് എത്ര വരികളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര വരികൾ? ഓക്കെ, അപ്പൊ എത്ര വരികൾ എന്ന് വെച്ചാൽ എണ്ണമാണ് കണ്ടുപിടിക്കുന്നത്. എണ്ണം n കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ? n കണ്ടുപിടിക്കാൻ ഇക്വേഷൻ Tn മൈനസ് T1 ബൈ d+1 ആണ്. n കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ? Tn മൈനസ് T1 ബൈ d+1 ആണ്. അപ്പൊ Tn എന്ന് പറഞ്ഞാൽ അവസാനത്തെ നമ്പറിനാണ് Tn എന്ന് വെച്ചാൽ അവസാനത്തെ വരി 2. ഓക്കെ, T1 ആദ്യ വരി എന്ന് വെച്ചാൽ എത്ര? 20. ഓക്കെ, T1 ആദ്യ വരിയും Tn എന്ന് വെച്ചാൽ അവസാനത്തെ വരിയാണ്. ഓക്കെ ആണല്ലോ? D എന്ന് പറയുന്നത് പൊതുവ്യത്യാസമാണ്. ഒരു വരിയിൽ നിന്ന് തൊട്ട് മുന്നേറ്റത്തെ വരി കുറയ്ക്കാനാണ്, അല്ലെങ്കിൽ ഒരു നമ്പറിൽ നിന്ന് തൊട്ട് മുന്നേറ്റത്തെ വരി കുറയ്ക്കാനാണ്, സംഖ്യ കുറയ്ക്കുന്നതാണ് പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയും. കോമൺ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാം? 18ൽ നിന്ന് എന്ത് കുറയ്ക്കാം? 18ൽ നിന്ന് 20 കുറയ്ക്കാം. 18 20 കുറയ്ക്കുമ്പോൾ കിട്ടുമോ? -2 എന്ന് കിട്ടും. ഒരു -2 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ഒരു പ്ലസ് സംഖ്യ ഒരു മൈനസ് സംഖ്യ തമ്മിൽ കൂട്ടാനോ കുറയ്ക്കാനോ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചു വലുത് 20 ആണ്, ചെറുത് 18. 20 18 കുറച്ചാൽ 2, വലുതിന് -2 -2 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ഓക്കെ, യെസ്. ഇനി നോക്കിയേ, Tn എന്ന് പറഞ്ഞ എത്ര? Tn എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. Tn എന്ന് പറഞ്ഞ 2 ആണ്. 2 മൈനസ് T1 എന്ന് പറഞ്ഞ എത്ര? 20 ആണ്. 20 ഡിവൈഡഡ് ബൈ D എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. -2 പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? +1. ഓക്കെ, നിങ്ങൾ നോക്കിയേ, 2ൽ നിന്ന് 20 കുറച്ചു. 2ൽ നിന്ന് 20 കുറയ്ക്കുമ്പോൾ കിട്ടി -18 എന്ന് കിട്ടും. -18. കാര്യം എന്താ? ഒരു പ്ലസ് സംഖ്യയോ ഒരു മൈനസ് സംഖ്യയോ തമ്മിൽ കൂട്ടാനോ കുറയ്ക്കാനോ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചു വലുതിന്റെ ചിഹ്നം. വലുത് 20, ചെറുത് 2. 20 2 കുറയ്ക്കുമ്പോൾ 18 കിട്ടും. 18 വലുതിന് മൈനസ് ആയിട്ട് -20 ആണ് വലുത്, അതിന്റെ ചിഹ്നം മൈനസ് ആയിട്ട് -18 ഡിവൈഡഡ് ബൈ -2 +1 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ഈ മൈനസ് ബൈ മൈനസ് എന്ന് വെച്ചാൽ പ്ലസ് 18 2 വെച്ചിരിക്കുന്നത് കിട്ടും 9 കിട്ടും. മൈനസോട് ഹരിക്കുമ്പോൾ പ്ലസ് ആയി മാറും. 18 2 വെച്ചിരിക്കുമ്പോൾ 9 കിട്ടും. 9 + 1 എന്ന് വെച്ചാൽ 10 എന്ന് കിട്ടും. ആകെ അവിടെ എത്ര വരികളുണ്ട് എന്ന് പറഞ്ഞാൽ 10 വരികളായിരിക്കുള്ളൂ. 10 വരി സോപ്പായിരിക്കും അടുക്കി വെച്ചിരിക്കുന്നത്. ഏറ്റവും താഴത്തെ വരിയിൽ 20, 18, 20, 18, 16, 14, 10, 8, 6, 4, 2 ഇങ്ങനെ ആയിരിക്കും അടുക്കി വെച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? എത്ര വരികൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 20, 10 വരികളായിരിക്കും ഉള്ളത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണല്ലോ? ഓക്കെ, നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശ്രേണിയിലെ അടുത്ത സംഖ്യ സിമ്പിളാ. ശ്രേണിയിലെ അടുത്ത സംഖ്യ എത്ര ഉണ്ടോ? 1, 3, 7, 15. ഓക്കെ ആണല്ലോ? അടുത്തത് ഏതാണെന്ന് ശ്രേണിയിലെ അടുത്ത ഏതാണോ ചോദിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. അതായത് ഡിഫറൻസ് എടുക്കുക. ഈ 1 ഉം 3 തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 2. അടുത്തത് ഈ 7 4 തമ്മിലുള്ള ഡിഫറൻസ് എടുത്തേ. 7 4 തമ്മിലുള്ള ഡിഫറൻസ് 7 3 തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 4. അടുത്ത നോക്കിയേ, അടുത്തത് 7 15 തമ്മിലുള്ള വ്യത്യാസം. 15 7 തമ്മിലുള്ള വ്യത്യാസം എത്ര കിട്ടി? 8 കിട്ടി. നിങ്ങൾ നോക്കിയേ, ആദ്യം ഇവിടെ 2 കൂടി, പിന്നെ 2ന്റെ ഇരട്ടി 4 കൂടി, പിന്നെ 4ന്റെ ഇരട്ടി 8 കൂടി. അപ്പൊ ഇനി എത്ര കൂടണം? 8ന്റെ ഇരട്ടി 16 കൂടണം. എത്ര കൂടണം? 16 കൂടണം. നിങ്ങൾ നോക്കിയേ, അപ്പൊ 4 കൂടി, 2 കൂടി, അതിന്റെ ഇരട്ടി 4 കൂടി, അതിന്റെ ഇരട്ടി 8 കൂടി, അതിന്റെ ഇരട്ടി 16 കൂടി. ഇനി എങ്ങനെ ഇത്? ഈ കൂടിയ 2 ഒന്നുകൂടെ കൂട്ടി, 2 ഒന്നുകൂടെ കൂട്ടിയാണ് 3. ഈ 4 3 കൂടെ കൂട്ടിയാണ് 7. 8 7 കൂടെ കൂട്ടിയുമ്പോഴാണ്
15. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? 15ഉം 16 കൂട്ടണം. 15ഉം 16 കൂട്ടണം. 15 + 16. അപ്പൊ നോക്കിയേ, 15 + 16. 16 സമം എത്ര കിട്ടി നമുക്ക്? 15ഉം 16 കൂടുമ്പോൾ 31 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 + 16 = 31 ആയിരിക്കും നമ്മുടെ ആൻസർ. ഡി ഓപ്ഷൻ ആയിരിക്കും ആൻസർ. ഡി ഓപ്ഷൻ. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ. അവിടുത്തെ 2, അതിന്റെ ഇരട്ടി 4, അതിന്റെ ഇരട്ടി 8, അതിന്റെ ഇരട്ടി 16. ഓക്കെ ആണല്ലോ? അപ്പൊ ആൻസർ 31 എന്ന് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയാലോ? ഓക്കെ, യെസ്. അനുവിന്റെ അച്ഛന്റെ വയസ്സ് അനുവിന്റെ വയസ്സിന്റെ 4 മടങ്ങാണ്. അനുവിന്റെ അച്ഛന്റെ വയസ്സ് അനുവിന്റെ വയസ്സിന്റെ 4 മടങ്ങാണ്. അനുവിന്റെ വയസ്സിന്റെ 1/3 അനുവിന്റെ അനിയത്തിയുടെ പ്രായം. അനിയത്തിക്ക് 3 വയസ്സാണ് എങ്കിൽ അനുവിന്റെ അച്ഛന്റെ വയസ്സ് എത്ര? സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ആൻസർ ചെയ്താൽ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോണം, അനുവിന്റെ അച്ഛന്റെ വയസ്സ് അനുവിന്റെ വയസ്സിന്റെ 4 മടങ്ങാണ്. അനുവിന്റെ അച്ഛൻ എത്ര ഉണ്ടോ? അനുവിന്റെ വയസ്സിന്റെ 4 മടങ്ങ് വയസ്സുണ്ട്. പിന്നെന്തോ പറഞ്ഞേക്കുന്നത്? ഓക്കെ, അനുവിന്റെ വയസ്സിന്റെ 1/3 അനുവിന്റെ അനിയത്തിയുടെ പ്രായം. 1/3 1/3 ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ അനുവിന്റെ അച്ഛന്റെ വയസ്സ് അനുവിന്റെ വയസ്സിന്റെ 4 മടങ്ങാണ്. പക്ഷെ അനുവിന്റെ കാട്ടിൽ 1/3 വയസ്സ് മാത്രമേ ഉള്ളൂ അനിയത്തിക്ക്. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? അനിയത്തിക്ക് 3 വയസ്സാണെങ്കിൽ അനുവിന്റെ വയസ്സ് അച്ഛന്റെ വയസ്സ് എത്ര? അനിയത്തിക്ക് 3 വയസ്സാണ് എങ്കിൽ അച്ഛന്റെ വയസ്സ് എത്ര? ഇതാണ് ചോദിച്ചേക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എങ്ങനെ ചെയ്യും? നിങ്ങൾ നോക്കേ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഏറ്റവും ബാക്കിൽ നിന്ന് അങ്ങ് ചെയ്ത് കയറൂടെ? ഒന്നുമില്ല, ഏറ്റവും പുറയിൽ നിന്ന് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കയറാൻ പോവാ. ഏറ്റവും പുറയിൽ നിന്ന് വെച്ചാൽ ഇവിടെ ആരുടെ വയസ്സാണ് തന്നേക്കുന്നത്? അനുവിന്റെ അനിയത്തിയുടെ വയസ്സാണ് തന്നേക്കുന്നത്. സിസ്റ്ററിന്റെ വയസ്സാണ് തന്നേക്കുന്നത്. ഓക്കെ, സിസ്റ്ററിന്റെ വയസ്സ് എന്ന് പറയുന്നത് എത്ര വയസ്സാ? 3 വയസ്സാണ്. അനുവിന്റെ അനിയത്തിക്ക് എത്ര വയസ്സുണ്ട്? 3 വയസ്സുണ്ട്. അനുവിന്റെ ഇവിടെ നോക്കിക്കോണം, അനുവിന്റെ വയസ്സിന്റെ 1/3 അനുവിന്റെ അനിയത്തിയുടെ പ്രായം എന്ന് പറഞ്ഞാൽ 3/1. അനുവിന്റെ വയസ്സ് എത്ര ആണോ, അനുവിന്റെ വയസ്സ് എന്ന് പറഞ്ഞ 1/1 മാത്രമേ അനിയത്തിക്ക് വയസ്സുള്ളൂ എന്നാണ് പറയുന്നത്. അനുവിന്റെ അനിയത്തിയുടെ വയസ്സ് എന്ന് പറയുന്നത് അനുവിന്റെ വയസ്സിന്റെ 3/1 എന്ന് വെച്ചാൽ അനിയത്തിയുടെ വയസ്സിന്റെ 3 മടങ്ങാണ് അനുവിന്റെ വയസ്സ്. 3/1. ഒരാൾക്ക് 3/1 ആണെങ്കിൽ മറ്റേയാൾക്ക് 3 മടങ്ങ്. ഒരാളുടെ 10 രൂപ ഉണ്ട്, ഒരാളുടെ 30 രൂപ ഉണ്ട് എങ്കിൽ 30 രൂപയുടെ 3/1 10 രൂപ. അങ്ങനെയും പറയാം, 10 രൂപയുടെ 3 മടങ്ങാണ് 30 രൂപ എന്നും പറയാം. മനസ്സിലായോ? എന്നുവെച്ചാൽ 30 രൂപയുടെ 1/3 10 രൂപ. അപ്പൊ 10 രൂപയുടെ 3 മടങ്ങാണ് 30 രൂപ എന്ന് പറയുന്ന പോലെ അനുവിന്റെ വയസ്സിന്റെ 1/3 ആണെങ്കിൽ അനുവിന്റെ വയസ്സ് അനിയത്തിയുടെ വയസ്സുടെ 3 മടങ്ങായിരിക്കും. എങ്കിൽ അനുവിന്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ അനിയത്തിയുടെ വയസ്സിന്റെ 3 മടങ്ങ്. അനിയത്തിക്ക് എത്ര വയസ്സുണ്ട്? 3. അതിന്റെ 3 മടങ്ങ് എന്ന് വെച്ചാൽ 3 9 വയസ്സ് അനിയത്തിക്കുണ്ട്. അനുവിനുണ്ട്. അനിയത്തിക്ക് 3 വയസ്സാണെങ്കിൽ അനുവിന് 9 വയസ്സുണ്ട്. നോക്കിയേ, അനുവിന് 9 വയസ്സാണെങ്കിൽ ആ 9ന്റെ 1/3 എടുത്തേ. 9ന്റെ 1/3 അനുവിന്റെ വയസ്സിന്റെ 1/3 അനിയത്തിയുടെ. അനുവിന് 9 വയസ്സാണ്, അതിന്റെ 3 എടുത്തേ. ഒരു 3 3 3 9 എത്ര വയസ്സാ? അനിയത്തിയുടെ വയസ്സ് 3 വയസ്സൊന്നും ഇട്ടത്തില്ല. അനിയത്തിക്ക് 3 വയസ്സുണ്ട്. അപ്പൊ അനുവിന് 9 വയസ്സുണ്ടെങ്കിൽ അനിയത്തിക്ക് 3 വയസ്സാകത്തുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അനുവിന് 9 വയസ്സുണ്ടെങ്കിൽ അനിയത്തിക്ക് 3 വയസ്സ്. അപ്പൊ 9ന്റെ 1/3 3. അപ്പൊ 3ന്റെ 3 മടങ്ങാണ് 9. തിരിച്ചു കിട്ടി. ഓക്കെ ആണ്. അപ്പൊ അനുവിന്റെ കിട്ടി. ഇനി ആരാ പറയുന്നത്? അനുവിന്റെ അച്ഛന്റെ വയസ്സ് അനുവിന്റെ വയസ്സിന്റെ 4 മടങ്ങാണ്. 4 മടങ്ങാണ് അനുവിന്റെ അച്ഛന്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ അനുവിന്റെ വയസ്സിന്റെ 4 മടങ്ങാണെന്നാണ് പറയുന്നത്. 4 മടങ്ങ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അനുവിന് എത്ര വയസ്സുണ്ടോ അതിന്റെ 4 മടങ്ങ് അച്ഛന് വയസ്സുണ്ട്. അപ്പൊ ഫാദറിന്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ ഫാദറിന്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ അനുവിന് എത്ര വയസ്സുണ്ടോ അതിന്റെ 4 മടങ്ങ്. അനുവിന് എത്ര വയസ്സുണ്ട്? 9 വയസ്സുണ്ട്. അതിന്റെ 4 മടങ്ങ് 9 × 4 36 വയസ്സ്. അച്ഛന്റെ വയസ്സ് എന്ന് പറയുന്നത് 36. എ ഓപ്ഷൻ ആണ് ആൻസർ. എ ഓപ്ഷൻ ആണ് 36. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആവുന്നുണ്ടോ? ഓക്കെ, യെസ്. നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അങ്ങ് പോയാലോ? ഇത്രയേ ഉള്ളൂ, സംഭവമൊന്നുമില്ല. ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് ഏറ്റവും പുറകിൽ നിന്ന് അങ്ങ് ചെയ്യുക. ആരുടെ കുറിച്ചാണ് ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് അയാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് വരിക. അപ്പൊ അനിയത്തിക്ക് 3 വയസ്സ്. അപ്പൊ അനിയത്തിയുടെ 3 മടങ്ങ് വയസ്സുണ്ട് അനുവിന്. അപ്പൊ 9 വയസ്സ്. അനുവിന്റെ വയസ്സിന്റെ 4 മടങ്ങ് അച്ഛൻ വയസ്സുണ്ട്. 9 × 6 36. ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്യാൻ എന്തോടോ പാട്? വളരെ സിമ്പിൾ അല്ലേ ഉള്ളൂ. ഓക്കെ, നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് നോക്കാം. 1,4,9,16 എക്സെട്ര എന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ. ഓക്കെ ആണല്ലോ? എത്രയൊക്കെയാണ്? 1, 4, 9, 16 എന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഒരു കാര്യം ഒന്ന് സെറ്റ് ചെയ്തേക്കട്ടെ. യെസ്. അപ്പൊ നോക്കിയേ, 1, 4, 9,
16 എന്ന സംഖ്യയിലെ 1, 4, 9, 16 ഇതിലെ അടുത്ത സംഖ്യ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, 1ന്റെ സ്ക്വയർ, 1ന്റെ സ്ക്വയർ അല്ലേ 1, അടുത്തത് 2ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ അല്ലേ ഇവിടെ 4, 3ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ അല്ലേ 9, 4ന്റെ സ്ക്വയർ അല്ലേ ഇവിടെ 16. അപ്പൊ നോക്കിയേ, 1ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ, 4ന്റെ സ്ക്വയർ. അപ്പൊ എന്തായിരിക്കും അടുത്തത്? 5ന്റെ സ്ക്വയർ. 5ന്റെ സ്ക്വയർ എത്ര? 25. അടുത്ത വരാൻ പോകുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ 25 ആയിരിക്കും. സി ഓപ്ഷൻ ആണ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 25 എന്നുള്ള ഉത്തരം കിട്ടും. ക്ലിയർ ആവുന്നുണ്ട്? ഓക്കെ ആണ്? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ പെടാത്തത്. കൂട്ടത്തിൽ പെടാത്തത് ഈ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്ത ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, കൂട്ടത്തിൽ പെടാത്ത ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് ത്രികോണമുണ്ട്, ചതുരമുണ്ട്, വൃത്തമുണ്ട്, സമയമുണ്ട്. ഇതിനകത്ത് കൂട്ടത്തിൽ പെടാത്തത് വൃത്തമാണ്. ഓക്കെ, ഇതിനെല്ലാം വശങ്ങളുണ്ട്. ത്രികോണത്തിന് 3 വശമുണ്ട്, ഇതിന് 4 വശങ്ങളുണ്ട്, ഇതിന് 4 വശമുണ്ട്. ഈ വൃത്തം വശമായിട്ട് നമ്മൾ പറയത്തില്ല, മനസ്സിലായല്ലോ? ഇതിനെല്ലാം സൈഡ്സ് ഉണ്ട്, മനസ്സിലായി? ഇത് സൈഡ് അല്ല, അല്ലെങ്കിൽ ഇത് കർവ്ഡ് ഷേപ്പ് ആണ്. ബാക്കിയല്ല നമ്മൾ എന്താണ് വേണ്ട? ത്രികോണത്തിന് 3 വശമുണ്ട്, ചതുരത്തിന് 4 വശമുണ്ട്, ഓക്കെ, സമയത്തിനും 4 വശമുണ്ട്. ഓക്കെ ആണല്ലോ? വൃത്തം എന്ന് പറയുന്നത് ഇതാണ്, കർവ്ഡ് ഷേപ്പിലാണ് വരുന്നത്. ഓക്കെ ആണല്ലോ? ഇതിനെല്ലാം സൈഡ്സ് ഉണ്ട്, ഇതിന് സൈഡ് ഇല്ല. അപ്പോൾ ഇതിനകത്ത് ഒറ്റയാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൃത്തം തന്നെയാണ്, വേറെ ചിന്തിക്കൊന്നും വേണ്ട. ഇത് തന്നെ ആൻസർ. ഓക്കെ ആണല്ലോ? നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ 7 ഒറ്റ സംഖ്യയുടെ ശരാശരി എന്ത്? ആദ്യത്തെ 7 ഒറ്റ സംഖ്യയുടെ ശരാശരി. ആദ്യത്തെ n ഒറ്റ സംഖ്യയുടെ ശരാശരി എന്ന് പറയുന്നത്, ആദ്യത്തെ n ഒറ്റ സംഖ്യയുടെ ശരാശരി n തന്നെയാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ആദ്യത്തെ n ഒറ്റ സംഖ്യയുടെ ശരാശരി n തന്നെയാണ്. ഓക്കെ ആണല്ലോ? ആദ്യത്തെ n ഒറ്റ സംഖ്യയുടെ ശരാശരി എന്ത് തന്നെയാണ്? n തന്നെയാണ്. അപ്പൊ ഇവിടെ n-ന്റെ വാല്യൂ എത്ര? ആദ്യത്തെ 7 എണ്ണം എന്നല്ലേ? അപ്പൊ n-ന്റെ വാല്യൂ 7, ശരാശരി എന്ത് തന്നെയാണ്? 7 തന്നെയാണ്. മനസ്സിലായല്ലോ? ആദ്യത്തെ n ഒറ്റ സംഖ്യയുടെ ശരാശരി n തന്നെയാണ്. അപ്പൊ n എത്ര എണ്ണമാണോ അത് തന്നെ ആയിരിക്കും ശരാശരി. അപ്പൊ ആദ്യത്തെ 7 ഒറ്റ സംഖ്യയുടെ ശരാശരി 7 തന്നെയാണ്. ആൻസർ ഡി ഓപ്ഷൻ ആണ്. ആൻസർ ഡി ഓപ്ഷൻ. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, 60 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? മനസ്സിലായോ? 60 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുക എന്ന് വെച്ചാൽ 60 km/മണിക്കൂർ എന്ന് വെച്ചാൽ 60 km/h ആണ്. മനസ്സിലായി? 60 km/h എന്ന് വെച്ചാൽ പെർ അവർ എന്ന് വെച്ചാൽ ഒരവറിൽ സഞ്ചരിക്കുന്ന കിലോമീറ്റർ ആണ് 60 എന്നാണ് പറയുന്നത്. പെർ അവർ എന്ന് വെച്ചാൽ ഒരവറിൽ എത്ര കിലോമീറ്റർ/h എന്ന് വെച്ചാൽ ഒരവറിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കും. അപ്പൊ ഇതാണ് 60 km/h എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ സഞ്ചരിക്കുന്ന വാഹനമാണ്. ഓക്കെ, ഒരു മണിക്കൂർ 60 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു കാർ 5 മണിക്കൂർ കൊണ്ട് എത്ര സഞ്ചരിക്കും എന്ന് വെച്ചാൽ 1 മണിക്കൂർ കൊണ്ട് 60 കിലോമീറ്റർ സഞ്ചരിക്കുന്ന വാഹനം 2 മണിക്കൂർ കൊണ്ട് 120 കിലോമീറ്റർ സഞ്ചരിക്കും, 3 മണിക്കൂർ കൊണ്ട് 180 സഞ്ചരിക്കും, 4 മണിക്കൂർ കൊണ്ട് 240 സഞ്ചരിക്കും, 5 മണിക്കൂർ കൊണ്ട് 300 കിലോമീറ്റർ സഞ്ചരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ സഞ്ചരിക്കുന്ന വാഹനം 5 മണിക്കൂർ കൊണ്ട് എത്ര സഞ്ചരിക്കും എന്നറിയാൻ 60 × 5 ചെയ്താൽ മതി. 5×6 = 300 കിലോമീറ്റർ ആയിരിക്കും ആ വാഹനം സഞ്ചരിക്കുന്നത്. എത്രയാണ്? 300 കിലോമീറ്റർ. സി ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അങ്ങ് പോകാം. ഓക്കെ, ഓക്കെ, 901 × 15 901 × 15, 89 × 15, 10 × 15 ഇവ ഗുണിച്ചു കൂട്ടുന്നത് ഇതാ അതിനകത്തെ പോയിന്റ്. കൂട്ടുന്നത് ഏതിന്റെ ഇൻറ്റു 15 തുല്യം? ഏതോ നമ്പര് ഇൻറ്റു 15 തുല്യമാണ്. മനസ്സിലായല്ലോ? 901 × 15, 901 × 15, 89 × 15, 10 × 15 ഇവ ഗുണിച്ചു കൂട്ടുന്നത്. അപ്പൊ ഇത് ആദ്യം ഇത് ഗുണിച്ചിട്ട് കൂട്ടുമെന്ന് വെച്ചാൽ പ്ലസ്. അടുത്തത്ര 89 × 15, അടുത്തതും പ്ലസ്. അടുത്തത്ര 10 × 15. ഓക്കെ ആണല്ലോ? ഓക്കെ, 901 × 15 പ്ലസ് 89 × 15 പ്ലസ് 10 × 15 ഇവ ഗുണിച്ചിട്ട് കൂട്ടുമ്പോൾ കിട്ടുന്നത് ഏത് നമ്പറിന്റെ ഏതോ ഒരു നമ്പറെ ഇൻറ്റു 15, ഏതോ ഒരു നമ്പറെ ഇൻറ്റു 15 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുമില്ല, വളരെ സിമ്പിൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാ, ഇവിടെ ഒരു ഈ പ്ലസിന്റെ ഇപ്പുറത്ത് ഒരു 15 കിടപ്പുണ്ട്, പ്ലസിന്റെ അപ്പുറത്ത് ഒരു 15 കിടപ്പുണ്ട്, പ്ലസിന്റെ അപ്പുറത്ത് ഒരു 15 കിടപ്പുണ്ട്. ഈ പ്ലസിന് അപ്പുറത്തുനിന്നോ ഇപ്പുറത്തുനിന്നോ മൈനസിന് അപ്പുറത്തുനിന്നോ ഇപ്പുറത്തുനിന്നോ നമുക്ക് കോമൺ ആയിട്ട് വെളിയിൽ എടുക്കാം. പ്ലസിന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കോമൺ ആയിട്ട് എടുക്കാം, മൈനസിന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ഇവിടെ എല്ലാം എന്തുണ്ട്? 15 ഉണ്ട്. ഇവിടുന്ന് എല്ലായിടത്തുനിന്നും 15 നമുക്ക് കോമൺ ആയിട്ട് വെളിയിൽ എടുക്കാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ഇവിടെ 15 ഉണ്ട്, ഇവിടെ 15 ഉണ്ട്, ഇവിടെ 15 ഉണ്ട്. ഇവിടുന്ന് എല്ലാം ഇവിടുന്ന് ഞാൻ 15 എടുത്തു,
ഇവിടുന്ന് 15 എടുത്തു കഴിഞ്ഞാൽ ഈ 15 പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്തുണ്ട്? പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലസിന് ഇപ്പുറത്ത് 15ന്റെ കൂടെ എന്തെങ്കിലും ഗുണിച്ചിട്ടുണ്ടായത് കൊടുക്കണം. എന്താ ഈ 15ന്റെ കൂടെ ഗുണിച്ചിരിക്കുന്നത് 901 അത് എഴുതണം. പ്ലസ് ഇവിടുന്ന് 15 എടുത്തു, ഈ 15 പോയാൽ ബാക്കി എത്ര ഉണ്ട്? അവിടെ 89 ഉള്ളത്. 89 പ്ലസ് ഇവിടുന്ന് 15 ഞാൻ കോമൺ എടുത്ത് 15 പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നുണ്ട് 10 ഉള്ളൂ. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യം എഴുതാം, ഇത്രയും അങ്ങോട്ട് എഴുതാം. ഇനി നോക്കിയേ, 15 ഇൻറ്റു 15 ഇതെല്ലായിടും കൂട്ടുക. ഇതെല്ലായിടും കൂട്ടുമ്പോൾ 81 അല്ല 901 89 കൂടുമ്പോൾ 990 990 10 കൂടുമ്പോൾ 1000 കിട്ടും. 1000 ഇതെല്ലാടെ കൂട്ടുമ്പോൾ ഈ ബ്രാക്കറ്റ് ഉള്ളവരുടെ കൂട്ടുമ്പോൾ നമുക്ക് 1000 കിട്ടും. കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബ്രാക്കറ്റിന്റെ ആവശ്യമേ ഇല്ല. ബ്രാക്കറ്റ് പൊളിക്കുക. ബ്രാക്കറ്റ് പൊളിച്ച ഉടനെ ഗുണനച്ചിഹ്നം കൊടുക്കണം. ഞാൻ ആ ഗുണനച്ചിഹ്നം കൊടുത്തു. 15 ഇൻറ്റു 1000 എഴുതി. അപ്പൊ എന്താ 15 ഇൻറ്റു ഏത് നമ്പറോട് ഗുണിക്കണം? അപ്പൊ 15 ഇൻറ്റു 1000 ഗുണിക്കുമ്പോഴേ വരുന്നത് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എ ഓപ്ഷൻ ആണ്, 1000 ആണ്. അപ്പൊ ഈ 15ന്റെ കൂടെ നമ്മൾ അവിടെ ഗുണിക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് 1000 ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണല്ലോ? ഓക്കെ, യെസ്. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയും ഏറ്റവും വലിയ മൂന്നക്ക ഒറ്റ സംഖ്യയും ഏറ്റവും ചെറിയ നാലക്ക ഇരട്ട സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര? ഏറ്റവും ചെറിയ നാലക്ക ഇരട്ട സംഖ്യ, ഏറ്റവും ചെറിയ നാലക്ക ഇരട്ട സംഖ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുടോ? 1000 കിട്ടും. 1000 ഇതാണ് 4 ഡിജിറ്റാ ഉണ്ട്. 1 2 3 4 ഇതാണ് ഏറ്റവും ചെറിയ നാലക്ക ഇരട്ട സംഖ്യ. ഒരു സംഖ്യ ഇരട്ട സംഖ്യ ആവണമെങ്കിൽ അവസാനത്തെ അക്കം 0 2 4 6 8 ഏതെല്ലാം ആയിരിക്കണം. അപ്പോൾ അവസാന സംഖ്യ 0. ഏറ്റവും വലിയ മൂന്നക്ക ഒറ്റ സംഖ്യ, ഏറ്റവും വലിയ മൂന്നക്ക ഒറ്റ സംഖ്യ എത്ര? 999. മൂന്നക്കയുള്ളൂ. 3 ഡിജിറ്റ് 999 വരെ വരത്തുള്ളൂ. അത് 3 ഡിജിറ്റ് ആവാൻ പാടുള്ളൂ. അത് ഒറ്റ സംഖ്യയാണ്. ഓഡ് നമ്പർ അവസാനത്തെ നമ്പർ 1 3 5 7 9 ആയിരിക്കും. ഇപ്പോൾ അവസാനം 9. ഇവ തമ്മിലുള്ള വ്യത്യാസം എത്ര? വ്യത്യാസം എന്ന് വെച്ചാൽ കുറയ്ക്കാനാ. മനസ്സിലായല്ലോ? 999 കുറയ്ക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്? ആൻസർ 1 ആണ്. എത്രയാണ്? 1 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണല്ലോ? ഓക്കെ, നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നിങ്ങൾ ഇപ്പൊ ഇതിൽ ഇത്രയും കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് പറയാം, എത്ര സിമ്പിളാണ്, എത്ര സിമ്പിളാ. ഇതൊക്കെ വെറും ഒരു 10 മിനിറ്റ് കൊണ്ട് 20 മാർക്ക് മേടിക്കാം. വളരെ സിമ്പിളായിട്ട് 20 മാർക്ക് മേടിക്കാം. നിങ്ങൾ ചിന്തിച്ചേ, നിങ്ങൾ ഈ സമയത്ത് ഈ 20 GK കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തുമേ പഠിക്കണം. അപ്പൊ നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്ന എപ്പോഴും ഈ മാത്സ് എന്ന് പറയുന്ന 20 മാർക്ക് വളരെ സിമ്പിളാ. അപ്പൊ നിങ്ങൾ എപ്പോഴും മാത്സിനകത്തും കൂടെ GK കൊടുക്കുന്നതിന്റെ പകുതി സമയമെങ്കിലും മാത്സിനും കൂടെ കൊടുക്കണം. GK കൊടുക്കുന്നതിന്റെ പകുതി സമയമെങ്കിലും മാത്സിനും കൂടെ കൊടുത്തില്ല എങ്കിൽ നിങ്ങൾക്കത് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം മറ്റുള്ള കുട്ടികളൊക്കെ വളരെ സിമ്പിളായിട്ട് ഈ മാർക്ക് സ്കോർ ചെയ്യുമ്പോൾ നിങ്ങൾ റാങ്കിൽ താഴെ, നിങ്ങളിപ്പോൾ 70 GK 70 അങ്ങ് പിടിച്ചെന്ന് വിചാരിച്ചോ, ആ 70 GK പിടിക്കുന്ന പരീക്ഷയുടെ കട്ട് ഓഫ് 80 85 90 ആയിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ, അല്ലെങ്കിൽ 80 GK പിടിക്കുന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് 90 95 ഒക്കെ വരും. അവിടെ ഇപ്പൊ ഈ മാത്സ് അറിയാവുന്നവനായിരിക്കും സ്കോർ ചെയ്ത് കയറുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ അതുകൊണ്ട് സിമ്പിളായിട്ട് പിടിക്കാൻ പറ്റുന്ന കാര്യമാണ് ഈ 20 മാർക്ക് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പാടായിട്ട് തോന്നി, എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യനാണ്. അപ്പൊ അതേപോലെ ബാക്കിയും ചെയ്യാൻ പോവാ. അപ്പൊ നിങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുക. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരാൾ നടക്കാനിറങ്ങിയാൽ ആകെ 1 കിലോമീറ്റർ നടക്കും. ഒരാൾ നടക്കാനിറങ്ങിയാൽ ആദ്യം അയാൾ 1 കിലോമീറ്റർ ആയിരിക്കും നടക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓരോ 100 മീറ്റർ നടന്നാൽ അയാൾ ഇടത്തോട്ട് തിരിഞ്ഞു നടക്കും. ഓരോ 100 മീറ്റർ ഒരാൾ ഞാൻ നടക്കാൻ ഇറങ്ങുമോ, ഓരോ 100 മീറ്റർ നടന്നാൽ അയാൾ ഇടത്തേക്ക് തിരിഞ്ഞു നടക്കും. ഓക്കെ ആണല്ലോ? ആദ്യത്തെ 100 മീറ്റർ നടന്നത് കിഴക്ക് ദിശയിലാണ്. ആണല്ലോ? ആദ്യത്തെ 100 മീറ്റർ നടന്നത് കിഴക്ക് ദിശയിലാണ്. ഓക്കെ, ശരിയാണ്. ആദ്യത്തെ 100 മീറ്റർ നടന്നത് കിഴക്ക് ദിശയിലാണ് നടക്കേണ്ടത്. ഓക്കെയാണ്? ഇപ്പൊ അയാൾ നടക്കേണ്ടത് ആദ്യത്തെ 100 എടുക്കുന്നത് ഇപ്പൊ അയാൾ ഏത് ദിശയിലാണ് നടക്കേണ്ടതെന്ന് നോക്കിയത്. മനസ്സിലായല്ലോ? ഒരാൾ നടക്കാനിറങ്ങിയാൽ ആകെ 1 കിലോമീറ്റർ നടക്കും. ഓരോ 100 മീറ്റർ നടന്നാൽ ഇടത്തേക്ക് തിരിഞ്ഞു നടക്കും. ആദ്യത്തെ 100 മീറ്റർ നടന്നത് കിഴക്ക് ദിശയിലാണ്. ആദ്യത്തെ 3 മീറ്റർ നടന്നത് കിഴക്ക് ദിശയിലാണ്. എങ്കിൽ ഇപ്പൊ അയാൾ ഏത് ദിശയിലേക്ക് നടക്കുന്നതാണ് ചോദിക്കുന്നത്. ഇപ്പൊ അയാൾ നടക്കുന്നത് ഏത് ദിശയിലേക്കാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇത് കാര്യമൊന്നുമില്ല. മൊത്തത്തിൽ 1 കിലോമീറ്റർ അയാൾ നടക്കും. 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ 1000 മീറ്റർ. ഈ 1000 മീറ്ററിൽ ആദ്യത്തെ 100 മീറ്റർ വരെ അയാൾ നടക്കും. ആദ്യത്തെ 100 മീറ്റർ വരെ നടക്കും. ഈ ആദ്യത്തെ 100 മീറ്റർ നടക്കുന്നത് കിഴക്കോട്ടാണ്. ഫസ്റ്റ് ഈസ്റ്റിലേക്കാണ് നടക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇപ്പൊ ഒരു ഡയറക്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കൊന്ന് ചുമ്മാ ഒരു ഉദാഹരണം, ഒരു ഡയറക്ഷൻ വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ, മുകളിലുള്ള ഭാഗം വടക്ക്, താഴെ തെക്ക്, ഇവിടെ കിഴക്ക്, ഇവിടെ പടിഞ്ഞാറ്. ഓക്കെ,
എന്ന് വിചാരിച്ചു. സിമ്പിൾ ആണ്, ഇത് തെറ്റിക്കരുത്. ആദ്യത്തെ 100 മീറ്റർ വരെ, ആദ്യത്തെ ഒരു 100 മീറ്റർ വരെ നമുക്ക് ഓക്കെ, ആദ്യത്തെ ഒരു 100 മീറ്റർ 100 മീറ്റർ അയാളെ കിഴക്കോട്ട് പോയി. 100 മീറ്റർ കിഴക്കോട്ട്, ഞാൻ പല കളർ എടുത്തേ. 100 മീറ്റർ അയാളെ കിഴക്കോട്ട് പോയി. ഇപ്പൊ 100 മീറ്റർ നടന്നേ, 100 മീറ്റർ അയാൾ നടന്നിട്ടുണ്ട്. എന്നതിന് ശേഷം ഇനി അയാൾ നടക്കേണ്ടത് 900 മീറ്ററൂടെ. 100 മീറ്റർ നടന്നു, മൊത്തത്തിൽ 100 മീറ്റർ ആണ്, 1000 മീറ്റർ ആണ് നടക്കേണ്ടത്. അയാൾ ഇപ്പൊ 100 മീറ്റർ നടന്നു. ഇനി അയാൾ നടക്കേണ്ടത് 900 മീറ്റർ ആണ്. ഇനി അയാൾക്ക് നടക്കേണ്ടത് 900 മീറ്റർ ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഈ 900-ത്തിനകത്താണ് അയാൾ എത്ര റൗണ്ട് കറങ്ങുന്നത്? ഓരോ 100 മീറ്ററിനും ഒരു പ്രാവശ്യം ഇടത്തേക്ക് വരും. ഒരു 100 മീറ്ററിനെ ഇടത്തേക്ക് ഇറങ്ങും, വീണ്ടും ഒരു 100 മീറ്ററിന് ഇടത്തേക്ക് ഇറങ്ങും, വീണ്ടും ഒരു 100 മീറ്ററിന് ഇടത്തേക്ക് ഇറങ്ങും, 100 മീറ്റർ. ഇപ്പൊ ഉദാഹരണം നോക്കിയേ, നിങ്ങൾ ഇനി ഒറ്റ കാര്യം, 4 പ്രാവശ്യം ഇടത്തേക്ക് തിരിയാന്ന് വെച്ചാൽ അയാൾ നിൽക്കുന്ന ദിശയിൽ തന്നെ വരും. 4 പ്രാവശ്യം ഇടത്തേക്ക് തിരിയാന്ന് വെച്ചാൽ അയാൾ ദിശ നിൽക്കും. ഇപ്പൊ ഇതാ കിഴക്കോട്ട് നിൽക്കുക, കിഴക്കോട്ട് ആദ്യം ഒന്ന് ഇടത്തോട്ട് തിരിഞ്ഞു, ഇടത്തോട്ട് തിരിഞ്ഞപ്പോൾ അതങ്ങനെ ഇടത്തോട്ട് തിരിഞ്ഞു വെച്ചാൽ ക്ലോക്കിലെ സൂചി തിരിയുന്നല്ല, ക്ലോക്കിലെ സൂചി വരും. അപ്പൊ ഒരാൾ വലത്തേക്ക് തിരി ഇടത്തേക്ക് തിരിയെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഡയറക്ഷൻ തന്നു. ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ വലത്തേക്ക് തിരിയാൻ പറഞ്ഞാൽ ക്ലോക്കിലെ സൂചി തിരിയുന്ന ഇങ്ങനെ വരാം. അതിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇടത്തേക്ക് തിരിയാൻ പറഞ്ഞാൽ ക്ലോക്കിലെ സൂചി തിരിയുന്നത് പോലെ 90 ഡിഗ്രി വേണം, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. വടക്കോട്ട് നോക്കിക്കുന്ന ഒരാൾ വലത്തേക്ക് തിരിയാൻ പറഞ്ഞാൽ ക്ലോക്കിലെ സൂചി തിരിയുന്ന പോലെ 90 ഡിഗ്രി വേണം. ഇടത്തേക്ക് തിരിയാൻ പറഞ്ഞാൽ ക്ലോക്കിലെ സൂചി തിരിയുന്നതിന് എതിരെ 90 ഡിഗ്രി വേണം. ഓക്കെ, ഇപ്പൊ നമ്മുടെ പടിഞ്ഞാട്ട് നോക്കിക്കുന്ന ഒരാൾ വലത്തേക്ക് തിരിയാൻ പറഞ്ഞാൽ ക്ലോക്കിലെ സൂചി തിരിയുന്ന പോലെ 90 ഡിഗ്രി വേണം. ഇടത്തേക്ക് തിരിയാൻ പറഞ്ഞാൽ ക്ലോക്കിലെ സൂചിക്ക് എതിരെ 90 ഡിഗ്രി വേണം. ഇനി തെക്കോട്ട് നോക്കിക്കുന്നതാണ്, വലത്തേക്ക് തിരിയാൻ പറഞ്ഞാൽ ക്ലോക്കിലെ സൂചി ഇരുന്ന 90 ഡിഗ്രി ഇടണം. ഇടത്തേക്ക് തിരിയാൻ പറഞ്ഞാൽ ക്ലോക്കിലെ സൂചിക്കെതിരെ 90 ഡിഗ്രി ഇടണം. ഓക്കെ ആണല്ലോ? ഇങ്ങനെയാണ് അയാൾ തിരിയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ നോക്കിയേ, ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇവിടെ. ഇങ്ങനൊന്നും ചെയ്ത് നിങ്ങൾ സമയം കണ്ട് ഈ 9 പ്രാവശ്യം ഒന്നും കറങ്ങണ്ട. ഞാൻ പറയുന്ന ഒറ്റ ട്രിക്കിനകത്ത് എനിക്ക് ആൻസർ കിട്ടും. ഓക്കെ, അയാൾ അത് ചെയ്തു. ആദ്യം എന്ത് ചെയ്തു? കിഴക്കോട്ട് സഞ്ചരിച്ചു, കിഴക്കോട്ട് 100 മീറ്റർ സഞ്ചരിച്ചു. ഇവിടെ ഇരിക്കുന്ന ഇടത്തേക്ക് തിരിഞ്ഞു, ഒരു വട്ടം ഇടത്തേക്ക് തിരിഞ്ഞു, ഒരു വട്ടം ഇടത്തേക്ക് തിരിഞ്ഞു. ഓക്കെ ആണല്ലോ? വീണ്ടും അയാൾ എന്ത് ചെയ്തു? 100 മീറ്റർ സഞ്ചരിച്ചു, വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞു, രണ്ടാമത്തെ ഇടത്തേക്ക് തിരിഞ്ഞു. ഓക്കെ ആണല്ലോ? ഇവിടെ നിൽക്കുന്ന ആൾ വീണ്ടും അയാൾ ഇടത്തേക്ക് തിരിഞ്ഞു, 100 മീറ്റർ സഞ്ചരിച്ചു, വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞു. ഓക്കെ, ആദ്യം 100 മീറ്റർ സഞ്ചരിച്ചു, ഇടത്തേക്ക് തിരിഞ്ഞു, വീണ്ടും 100 മീറ്റർ സഞ്ചരിച്ചു. അയാൾ എന്ത് ചെയ്തു? വീണ്ടും 100 മീറ്റർ സഞ്ചരിച്ചു. ഓക്കെ, അയാൾ എന്ത് ചെയ്തു? വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞു, വീണ്ടും അയാൾ എന്ത് ചെയ്തു? ഒരു 100 മീറ്ററൂടെ സഞ്ചരിച്ചു, ഇടത്തേക്ക് തിരിഞ്ഞു. ഓക്കെ, അയാൾ മൂന്നാമത്തെ തിരിഞ്ഞു. ഓക്കെ, വീണ്ടും അയാൾ എന്ത് ചെയ്തു? 100 മീറ്റർ സഞ്ചരിച്ചു, വീണ്ടും അയാൾ ഇടത്തേക്ക് തിരിഞ്ഞു. അപ്പൊ ഇടത്തേക്ക് തിരിഞ്ഞപ്പോൾ നാലാമത്തെ തിരിയൽ അയാൾ ഇപ്പൊ എന്താണ് തുടങ്ങിയെടുത്തു തന്നെ. ഇപ്പൊ നോക്കിയാൽ ആദ്യം 100 മീറ്റർ സഞ്ചരിച്ചു, ഇടത്തേക്ക് തിരിഞ്ഞു. അടുത്തത് 100 മീറ്റർ സഞ്ചരിച്ചു, ഇടത്തേക്ക് തിരിഞ്ഞു, വീണ്ടും 100 മീറ്റർ സഞ്ചരിച്ചു, ഇടത്തേക്ക് തിരിഞ്ഞു, വീണ്ടും 100 മീറ്റർ സഞ്ചരിച്ചു, ഇടത്തേക്ക്. എന്നുവെച്ചാൽ 1, 2, 3, 4 നാലാമത്തെ തിരിയൽ എന്ന് പറഞ്ഞാൽ അയാൾ എങ്ങനെയാണോ നിന്നത് അവിടെ തന്നെ ഒന്നിക്കും. അപ്പൊ വീണ്ടും മൊത്തം എത്ര മീറ്റർ? 1000 മീറ്റർ. 1000 മീറ്ററിനകത്ത് അയാൾ 100 മീറ്റർ നടന്നു കഴിഞ്ഞു. 100 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട്? 900 മീറ്ററേ ഉള്ളൂ. 900 മീറ്ററിനകത്ത് ഓരോ 100 മീറ്ററിനെ അയാൾ ഇടത്തേക്ക് തിരിയും. അപ്പൊ ഒരു 100, 200, 300, 400, 500, 600, 700, 800, 900. അപ്പൊ അയാൾ 9 തിരിയല് തിരിയും. ഇനിയുള്ള 900-ത്തിനകത്ത് അയാൾ 9 തിരിയല് തിരിയും. 4 തിരിയല് തിരിഞ്ഞാൽ അയാൾ വീണ്ടും ആ ദിശയിൽ തന്നെ വരും, കിഴക്ക് തന്നെ വരും. വീണ്ടും ഒരു 4 തിരിയോടെ തിരിഞ്ഞാൽ 8 ആയി. അപ്പൊ അയാൾ വീണ്ടും കിഴക്കേന് വരും. അപ്പൊ 8 ദിശയായി. 8 പ്രാവശ്യം തിരിഞ്ഞപ്പോ തന്നെ 800 മീറ്റർ സഞ്ചരിച്ച് 8 പ്രാവശ്യം തിരിഞ്ഞു. അയാൾ ഇപ്പോഴും കിഴക്ക് തന്നെ. ഇനി അവസാനത്തെ 900-ത്തിലെ അവസാനത്തെ ഒരു 100 മീറ്റർ കൂടെ നമ്മൾ തിരിയാൻ പോവാ. ആ 100 മീറ്റർ തിരിയുന്നത് അയാൾ എന്താണ്? 900 മീറ്റർ തിരിഞ്ഞാണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞു. ഓക്കെ ആണല്ലോ? ഓക്കെ, 100 മീറ്ററോടെ തിരിഞ്ഞു. ഓക്കെ ആണല്ലോ? അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? ഇപ്പൊ ഇയാൾ ഏത് ദിശയിലൊക്കെ നോക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ അയാൾ വടക്ക് ദിശയിലേക്കാണ് അയാൾ ഇപ്പോൾ നോക്കി നിൽക്കുന്നത്. ഇപ്പൊ വടക്കോട്ട് നോക്കിയാണ് അയാൾ നിൽക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നോക്കിയേ, 400 അയാൾ 8 പ്രാവശ്യം തിരിഞ്ഞു. അടുത്ത ഒരു പ്രാവശ്യത്തോടെ തിരിഞ്ഞിട്ട് 9. അപ്പൊ അയാൾ ഇപ്പൊ ഇനി ഏത് ദിശയിലേക്ക് നോക്കി നിൽക്കുന്നു വെച്ചാൽ വടക്ക് ദിശയിലേക്കായിരിക്കും അയാൾ ഇപ്പോൾ നോക്കി നിൽക്കുന്നത്. വടക്ക് ദിശയിലേക്കായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, യെസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, 200 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 250 രൂപയ്ക്ക് വിറ്റാൽ, 200 രൂപയ്ക്ക് വാങ്ങിയ സാധനം 250 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? 200 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 250 രൂപയ്ക്ക് വിറ്റാൽ. ഓക്കെ ആണല്ലോ? അതിന്റെ ലാഭശതമാനം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ലാഭശതമാനം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ? ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ലാഭശതമാനം കണ്ടുപിടിക്കാൻ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. അപ്പൊ വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ 200 രൂപ, വിറ്റ വില
വിറ്റ വില 250 രൂപ. അപ്പൊ 200 രൂപയ്ക്ക് വാങ്ങിയ സാധനം 250 രൂപയ്ക്ക് വിറ്റാൽ ലാഭം ഇല്ലയോടോ? ലാഭം എന്ന് പറയുന്നത് 50 രൂപയാണ്. 200 രൂപയ്ക്ക് വാങ്ങിയ സാധനം 250 രൂപയ്ക്ക് വിറ്റാൽ ലാഭം 50 രൂപ. ലാഭ ശതമാനം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ? ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ലാഭം ബൈ വാങ്ങിയ വില, ലാഭ ശതമാനം ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഓക്കെ ആണല്ലോ? ഓക്കെ, ലാഭ ശതമാനം എന്ന് പറയുന്നത് ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഇതാണ് ലാഭ ശതമാനം. അപ്പൊ 200 രൂപയ്ക്ക് വാങ്ങിയ സാധനം 250 രൂപയ്ക്ക് വിറ്റു. അപ്പൊ ലാഭ ശതമാനം എത്ര വെച്ചാൽ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ലാഭം എത്ര രൂപ? 50 രൂപയാണ്. ബൈ വാങ്ങിയ വില എത്ര? 200 രൂപയാണ്. 200 രൂപ ഇൻറ്റു 100. ഈ 2 പൂജ്യം ഈ 2 പൂജ്യം വെട്ടി 50നെ 2 ചുരുക്കുമ്പോൾ ഇടോ 25 കിട്ടും. ആൻസർ 25% ഇവിടെ ലാഭം. ഡി ഓപ്ഷൻ ആണ്. 25% ലാഭം എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി ഇത് ഒറ്റക്കാരോട് ആലോചിക്കാം. അയാൾ 200 രൂപയ്ക്ക് വാങ്ങിയ സാധനം, ഇക്വേഷൻ ഒക്കെ മറന്നുപോയാൽ 200 രൂപയ്ക്ക് വാങ്ങിയ സാധനം 250 രൂപയ്ക്ക് വിറ്റു. ആ ഗ്യാപ്പ് എത്ര രൂപ ലാഭം കിട്ടി? ഒറ്റ ഇക്വേഷൻ ഒക്കെ മറന്നുപോയാൽ ചെയ്യാനുള്ള ട്രിക്കാണ് ഇത് തന്നെ. നമ്മൾ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. 200 രൂപയ്ക്കുള്ള സാധനം വാങ്ങി 250 രൂപയ്ക്ക് വിറ്റു. അപ്പൊ എത്ര രൂപ ലാഭം കിട്ടി? 50 രൂപ അയാൾക്ക് ലാഭം കിട്ടി. ഓക്കെ ആണല്ലോ? ഇങ്ങനെ എഴുതാമല്ലോ. എത്ര രൂപയിലാ? 200 രൂപയിലാണ്. 200 രൂപയ്ക്കാണ് അയാളുടെ മുതല്. അതിനകത്ത് ലാഭം കിട്ടി. അപ്പൊ ആ 200 രൂപയ്ക്കകത്ത് 200 രൂപയ്ക്കകത്ത് 50 രൂപ 200 രൂപ മുതൽ അതിനകത്ത് 50 രൂപ ലാഭം. ഓക്കെ ആണല്ലോ? അപ്പൊ 200 50/200 ഇൻറ്റു 100 ഇൻറ്റു 100. ഈ 2 പൂജ്യം ഈ 2 പൂജ്യം വെട്ടി 50 2 ചുരുക്കുമ്പോൾ ഇടോ 25. ഇങ്ങനെ ചെയ്താലും മതി. ഇക്വേഷൻ മറന്നു പോകുന്നവരെ ഇത്രയും ചെയ്താലും മതി. 50 രൂപ ലാഭം കിട്ടിയ അയാളുടെ മുതൽ മുടക്ക് എത്ര? 200 രൂപ ഇൻറ്റു 100 അങ്ങ് ചെയ്താലും മതി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാൽ ഇതൊക്കെ എന്തുകൊണ്ട് വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞില്ലേ, വളരെ എളുപ്പം. ഓക്കെ, 0.35 0.35ന്റെ ദശാംശം 0.35 എന്ന ദശാംശ സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപം ഏത്? ഓക്കെ ആണല്ലോ? 0.35 എന്ന ദശാംശ സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപം എത്ര ആണെന്നാണ് ചോദിക്കുന്നത്. 0.35 എന്ന ദശാംശ സംഖ്യയുടെ ഭിന്നസംഖ്യാ രൂപം ഏത്? ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് നമ്മൾ ഇതിനെ മാറ്റാൻ പോവാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്നറിയോ? ഈ പോയിന്റ് 35 എന്ന് എഴുതണം. പോയിന്റ് അങ്ങ് മാറ്റണം. പോയിന്റ് മാറ്റിയിട്ട് ഇതിനെ 35 എന്ന് എഴുതണം. ഇത്ര എഴുതാമല്ലോ. എഴുതിയതിനു ശേഷം നിങ്ങൾ എല്ലാം ഞാൻ പറയും, ഏത് സംഖ്യയുടെ താഴെ എപ്പോഴും ഒരു 1 ഉണ്ട്. ഏത് സംഖ്യ എഴുതിയാലും താഴെ ഇപ്പൊ 5 എന്ന് എഴുതിയ 5/1 എന്നാ, എ എന്ന് എഴുതിയ a/1 എന്നാ, സൈൻ എന്ന് എഴുതിയ sin/1 എന്നാ. എന്ത് എഴുതിയാലും എന്റെ താഴെ എപ്പോഴും 1 ഉണ്ട്. അപ്പം 35 എന്ന് എഴുതിയ 35/1 എന്നാണ്. താഴെ ഒരു 1 ഉണ്ട്. ഓക്കെ ആണല്ലോ? ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം ഉണ്ട്. ആ 2 സ്ഥാനം മാറ്റി. അപ്പൊ പോയിന്റ് കുറവ് എവിടാന്ന് നോക്കണം. പോയിന്റ് കുറവ് എവിടാന്ന് വെച്ചാൽ താഴെ. കാര്യം എന്താ? താഴെ ഒന്നുമില്ലെങ്കിൽ ഒരു 1 ഉണ്ട്. എവിടാണോ കുറവ് അവിടെ എത്ര സ്ഥാനത്തിന്റെ കുറവുണ്ടെന്ന് നോക്കണം. നോക്കിയേ, ഇവിടെ താഴെ ഒന്നുമില്ലെങ്കിൽ ഒരു 1 ഉണ്ട്. ഓൾറെഡി ഇവിടെ ഒന്നുമില്ലെങ്കിൽ താഴെ ഒരു 1 ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ കുറവ് എവിടെ? താഴെയാണ്. എത്ര സ്ഥാനത്തിന്റെ കുറവുണ്ട്? 2 സ്ഥാനത്തിന്റെ കുറവാണുള്ളത്. 2 സ്ഥാനം. അപ്പൊ 2 പൂജ്യം നമ്മളും കൊടുത്തു. 2 പൂജ്യം. ഓക്കെ ആണല്ലോ? ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ പോയിന്റ് മാറ്റുന്നത് ഇങ്ങനെയാണ്. മനസ്സിലായോ? അപ്പൊ ആദ്യം നമ്മൾ അതിന്റെ പോയിന്റ് മാറ്റണം. എന്നിട്ട് ആ നമ്പർ എഴുതണം. എന്നിട്ട് പോയിന്റിന് സ്ഥാനം പോയിന്റ് കുറവ് എവിടെയാണോ അവിടെ ഒരു സ്ഥാനമാണ് കുറവുള്ളെങ്കിൽ അവിടെ കൊണ്ട്, മേളിലാണെങ്കിൽ മേളിൽ, താഴെയാണ് താഴെ, അവിടെ കൊണ്ടുവന്ന് ഒരു സ്ഥാനത്തിന്റെ കുറവാണെങ്കിൽ 1 പൂജ്യം കൊടുക്കണം. പോയിന്റ് കഴിഞ്ഞാൽ 2 സ്ഥാനത്തിന്റെ കുറവാണെങ്കിൽ 2 പൂജ്യം കൊടുക്കണം. 3 സ്ഥാനത്തിന്റെ കുറവാണെങ്കിൽ 3 പൂജ്യം കൊടുക്കണം. ഇവിടെ എത്ര? പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ എടുത്ത് കഴിയുമ്പോൾ ഇവിടെ മേളിൽ 2 സ്ഥാനമുണ്ട്. ഇവിടെ സ്ഥാനമേ ഇല്ല, പോയിന്റേ ഇല്ല. അപ്പൊ താഴെ 2 പൂജ്യം കൊടുത്തു. അപ്പൊ 35/100. നിങ്ങൾ ഈ 35നെ 100 വെച്ച് അരിച്ചു നോക്കിയേ. ഒരു സംഖ്യയെ 10 വെച്ചൊരിക്കുക ഒരു സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുക്കണം. 100 വെച്ചരിക്കാൻ 2 സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് കൊടുക്കും. അപ്പൊ 35നെ 100 വെച്ചൊരിക്കുക എന്ന് വെച്ചാൽ 2 സ്ഥാനം പോയിട്ട് പോയിന്റ് കൊടുക്കുമ്പോൾ 0.35 എന്ന് കിട്ടും. അപ്പൊ 35/100 ഇതാണ് ഭിന്നസംഖ്യാ രൂപം എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വെട്ടി ചെറുതാക്കാം. മേളിലും താഴെ എത്ര വെച്ചിട്ടാ? 5 വെച്ച് വെട്ടാ. 5 വെച്ചിട്ടുമ്പോ 7 5 35 25 100. ഇനി വെട്ടി ചെറുതാക്കാൻ പറ്റത്തില്ല. 7 5 35 25 100. അപ്പൊ 7/20. നമ്മുടെ 7/20 സി ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? ഇത് ഞാൻ പറയില്ലയോ, സിമ്പിൾ ആയിട്ട് നമ്മൾ വ്യക്ത മാർക്ക് സ്കോർ ചെയ്യും. ഓക്കെ, നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു സൈക്കിൾ ചക്രം 10 പ്രാവശ്യം കറങ്ങുമ്പോൾ 32 മീറ്റർ ദൂരം സഞ്ചരിക്കും എങ്കിൽ 4 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നതിന് എത്ര പ്രാവശ്യം കറങ്ങേണ്ടി വരും? മനസ്സിലായല്ലോ? ഒരു സൈക്കിൾ ചക്രം എത്രയാണ്? 10 പ്രാവശ്യം കറങ്ങുമ്പോൾ 32 മീറ്റർ ദൂരം സഞ്ചരിക്കും. ഓക്കെ ആണല്ലോ? ഒരു സൈക്കിൾ ചക്രം 10 പ്രാവശ്യം. ഓക്കെ ആണ്. 10 പ്രാവശ്യം കറങ്ങുമ്പോൾ 32 മീറ്റർ ദൂരം സഞ്ചരിക്കുമെങ്കിൽ 1 മീറ്ററിൽ അത് എത്ര പ്രാവശ്യം കറങ്ങും നോക്കാം. അപ്പൊ 10 പ്രാവശ്യം കറങ്ങാനാണ്. 10 പ്രാവശ്യം കറങ്ങുമ്പോഴാണ് അത് 32 മീറ്റർ സഞ്ചരിക്കുന്നത്. 10 പ്രാവശ്യം കറങ്ങുമ്പോഴാണ് അത് 32 മീറ്റർ സഞ്ചരിക്കുക. അപ്പൊ ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ എത്ര സഞ്ചരിക്കും എന്ന് പറഞ്ഞാൽ
10/32. ഒരു മീറ്റർ സഞ്ചരിക്കും, ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ ഒരു മീറ്റർ സഞ്ചരിക്കുമ്പോൾ അത് എത്ര പ്രാവശ്യം കറങ്ങും എന്ന് വെച്ച് കഴിഞ്ഞാൽ 10/32. മനസ്സിലായല്ലോ? 10 പ്രാവശ്യം കറങ്ങുമ്പോഴാണ് അത് 32 മീറ്റർ സഞ്ചരിക്കുന്നത്. എങ്കിൽ ഒരു മീറ്ററിൽ അത് എത്ര പ്രാവശ്യം കറങ്ങും എന്നറിയാൻ 10നെ 32 കൊണ്ട് ഹരിച്ചാൽ മതി. ഇതാണ് ഒരു മീറ്ററിൽ കറങ്ങുന്ന ദൂരം. മനസ്സിലായല്ലോ? എത്ര പ്രാവശ്യം കറങ്ങുന്ന പ്രാവശ്യം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ 32 മീറ്റർ സഞ്ചരിക്കുമ്പോൾ അത് 10 പ്രാവശ്യം കറങ്ങുമെങ്കിൽ ഒരു മീറ്ററിൽ 10/32 പ്രാവശ്യമായിരിക്കും അത് കറങ്ങുന്നത്. 10/32 എങ്കിൽ 2 മീറ്ററിലാകുമ്പോൾ എന്നറിയാൻ ×2, 3 മീറ്റർ ആകുമ്പോൾ ×3. എങ്കിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 4 കിലോമീറ്ററാ. ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്ററാ. അപ്പൊ 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ 1000 മീറ്റർ. അപ്പൊ 4 കിലോമീറ്റർ എന്ന് വെച്ചാൽ 4000 മീറ്റർ. അപ്പൊ 4000 മീറ്ററിൽ അത് എത്ര പ്രാവശ്യം? അപ്പൊ 10 എന്താണ് പറഞ്ഞേക്കുന്നത്? 10 മീറ്റർ 10 പ്രാവശ്യം കറങ്ങുമ്പോൾ 32 മീറ്റർ സഞ്ചരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഒരു മീറ്ററിൽ എത്ര പ്രാവശ്യം കറങ്ങും എന്ന് വെച്ചാൽ 10/32. എങ്കിൽ 4 കിലോമീറ്റർ ആകുമ്പോൾ ×4 കിലോമീറ്റർ, 4 കിലോമീറ്ററിന് നമ്മൾ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 4000 മീറ്ററിൽ അത് എത്ര പ്രാവശ്യം കറങ്ങും? ഓക്കെ, വെട്ടിയാൽ മതി. ഓക്കെ, 8 വെച്ച് വിട്ടാം. 4 × 32, I 8 40. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് കിട്ടാം ഈ 2 4, I 2 10. ഓക്കെ, 500ന്റെ പകുതി എത്ര? 250. ഈ 5 2 0 500 ആണ്. 500ന്റെ പകുതി 250. 25 × 5 125 0. 1250 പ്രാവശ്യം. 1250 പ്രാവശ്യമാണ് എന്തെന്ന് പറയുന്നത്? അത് 4 കിലോമീറ്റർ 1250 പ്രാവശ്യം. അപ്പൊ 32 മീറ്ററിൽ 10 പ്രാവശ്യം കറങ്ങുമെങ്കിൽ 32 മീറ്ററിൽ 10 പ്രാവശ്യം കറങ്ങുമെന്നുണ്ട് എങ്കിൽ എത്രയാണ്? 4 കിലോമീറ്ററിൽ അത് 1250 പ്രാവശ്യം അത് കറങ്ങിയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണല്ലോ? ഓക്കെ, നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, 2 + 16 ഡിവൈഡഡ് ബൈ 2 × 4 - 5 എത്ര? 2 + 16 ഡിവൈഡഡ് ബൈ 2 × 4 - 5. ഇത് ബോർഡ് മാസ് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? ആ ബ്രാക്കറ്റ് വേണ്ട. ബോർഡ് മാസ്, ബ്രാക്കറ്റ് ഓപ്പറേഷൻ ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ. ഇതാണ് ബോർഡ് മാസ്. ബ്രാക്കറ്റ് വല്ലതും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഓഫ് എന്ന് വെച്ചാൽ ഗുണിക്കുക എന്നർത്ഥം. എന്ന് വെച്ചാൽ ഇങ്ങനെ 5 ഓഫ് 3, 5 × 3. ഇത് രണ്ടും എന്താണ്? ഓഫ് എന്നാണ് തന്നേക്കുന്നെങ്കിൽ 5 3 ഗുണിക്കുക എന്നാ. പക്ഷെ അതെന്താണ്? അത് ഹരണത്തിന് മുന്നേ ഗുണിക്കണം. ഇനി ഇൻഡു എന്നാണ് തരുന്നെങ്കിൽ അത് 5 3 ഗുണിക്കുക, അത് ഹരണത്തിന് ശേഷം ഗുണിക്കണമെന്നാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ എന്താണ്? ഓഫ് ആണ് തന്നേക്കുന്നത്. ഈ ഓഫ് എന്ന് പറയുമ്പോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ഹരണത്തിന് മുന്നേ ഗുണിക്കണം. പക്ഷെ ഇവിടെ ഓഫ് ഇല്ല. അപ്പൊ എന്താ? ബ്രാക്കറ്റ് ഓപ്പറേഷൻ ഇല്ല, ഓഫ് ഇല്ല. പിന്നെന്തുണ്ട്? ഡിവിഷൻ ഉണ്ട്. ഡിവിഷൻ. അപ്പൊ അത് നമ്മൾ ഡിവിഷൻ ചെയ്യണം. 2 + 16നെ 2 വെച്ചിരിക്കുമ്പോൾ 8. 8 × 4 - 5. അപ്പൊ ഹരണം ചെയ്തു. ഇനി അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ നോക്കിയേ, 2 + 4 32. ഗുണനം ചെയ്തു. 4 32. 32 - 5 എന്ന് എഴുതി. 32 - 5 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ? അപ്പൊ ഹരണം. ഇനി കൂട്ടുന്നതും കുറയ്ക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അതായത് ഓർഡർ ചെയ്താലും കുഴപ്പമില്ല. ഇത് ഓർഡർ തെറ്റിയാലൊന്നും കുഴപ്പമില്ല. ഇനി കൂട്ടുന്നത് കുറയ്ക്കുന്നത് ഓർഡർ തെറ്റിയാൽ കുഴപ്പമില്ല. ബ്രാക്കറ്റ് ഓപ്പറേഷൻ ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ വരെ കറക്റ്റ് ഓർഡർ ആയിരിക്കണം. അഡീഷനും സബ്ട്രാക്ഷനും മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അഡീഷൻ തന്നെ ചെയ്യാം. ഓക്കെ, 35 2 32 2 34. 34 - 5. ഇനി സബ്ട്രാക്ഷൻ ചെയ്യുക. 34 ന്ന് 5 കുറച്ചാൽ എത്ര കിട്ടുമോ? 29 എന്നുള്ള ഉത്തരം കിട്ടും. നമ്മുടെ ആൻസർ എന്ന് വെച്ചാൽ ബി ഓപ്ഷൻ ആണ്. 29 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആവുന്നുണ്ടോ? ഓക്കെ, യെസ്. നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ ZBA, YCB, XDC, ഡാഷ്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വരുന്ന ഏതാണ്? നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന 1 2 ട്രിക്ക്. സി, ഏറ്റവും അവസാനത്തെ ലെറ്ററിൽ തുടങ്ങാം. സി, അത് കഴിഞ്ഞ് തൊട്ട് മുന്നത്തിൽ ബി. അടുത്ത നോക്കിയേ, ഏറ്റവും അവസാനത്തെ ലെറ്റർ. ഓക്കെ, എ. അത് കഴിഞ്ഞ് അടുത്ത ലെറ്റർ ബി, അടുത്ത ലെറ്റർ സി. ഏറ്റവും അവസാനത്തെ ലെറ്ററിനെ കുറിച്ചാണ് എയിൽ നിന്ന് അടുത്ത ബി, ബിയിൽ നിന്ന് അടുത്ത സി. അപ്പൊ ഇതിന്റെ അവസാനത്തെ ലെറ്റർ എന്തായിരിക്കണം? ഡി ആയിരിക്കണം. എ എഴുതി, ബി എഴുതി, സി എഴുതി, ഡി എഴുതി. അവസാനത്തെ ലെറ്റർ ഡി വരുന്ന എത്ര ഓപ്ഷൻസ് ഇതിനകത്തുണ്ടോ നോക്കണം. കാര്യം എന്താ? നമ്മൾ ആദ്യം നോക്കി എല്ലാത്തിനെയും ഡബ്ല്യു.
അപ്പൊ നമ്മൾ ബുദ്ധി പ്രയോഗിക്കണം, പ്ലാൻ ബി നടപ്പിലാക്കണം. നമ്മളെല്ലാവരും ആദ്യം ഡബ്ല്യു വെക്കുമ്പോൾ എല്ലാത്തിന്റെ ആദ്യത്തെ അക്ഷരം ഡബ്ല്യു. നമ്മൾ നമ്മുടെ തിരിഞ്ഞു നിഞ്ചിട്ട് അവസാനത്തെ ലെറ്റർ ഡി വരുന്നത്, അവസാനത്തെ ലെറ്റർ ഇവിടെ അവസാനത്തെ ലെറ്റർ എ, ഇവിടെ അവസാനത്തെ ലെറ്റർ ബി, അടുത്ത ലെറ്റർ സി, അടുത്ത അവസാനത്തെ ലെറ്റർ ഡി. അവസാനത്തെ ലെറ്റർ ഡി വരുന്നത് രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ തന്നെ നമുക്ക് ഈ രണ്ട് ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാം. അവസാനത്തെ വരുന്ന ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ ആണല്ലോ. ഇനി അതിന് തൊട്ട് മുമ്പത്തെ ലെറ്റർ നോക്കിയേ, ബി സി ഡി ഉണ്ട്. ബി കഴിഞ്ഞാൽ സി കഴിഞ്ഞാൽ ഡി, അടുത്ത ലെറ്റർ അപ്പം എന്ത് വരണം? ഇ വരണം. മനസ്സിലായല്ലോ? ബി സി ഡി ഉണ്ട്. ബി സി ബി കഴിഞ്ഞാൽ ഇതിനകത്ത് രണ്ടാമത്തെ ലെറ്റർ ബി, ഇതിനകത്ത് രണ്ടാമത്തെ ലെറ്റർ സി, ഇതിനകത്ത് രണ്ടാമത്തെ ലെറ്റർ ഡി, രണ്ടാമത്തെ ലെറ്റർ ഇ. അപ്പൊ ബി ഡി ഇ, അവസാനം ഡി ഇ വരുന്നത്. ഡി ഇ വരുന്നത് ഇത് മാത്രമേ ഉള്ളൂ. കാര്യം എന്താ? ഇവിടെ ഡി എഫ് ആണ് വരുന്നത്. അപ്പൊ ഡി ഇ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ തന്നെ അത് ആൻസർ നമുക്ക് സി ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ആയി, ഡി ഓപ്ഷൻ ക്യാൻസൽ ആയി. നമ്മുടെ ആൻസർ സി ആണ്. ഇനി നമുക്ക് ആദ്യത്തെ ലെറ്ററിലേക്ക് പോവാം. ആദ്യ ലെറ്ററിലേക്ക് പോകാം. ഓക്കെ, ഇസഡ് വൈ ഡബ്ല്യു എക്സ്. നിങ്ങൾ ചിന്തിച്ചേ, എക്സ് കഴിഞ്ഞ അടുത്ത ഡബ്ല്യു എക്സ് സോറി ഡബ്ല്യു. ഓക്കെ, ഇവിടുത്തെ ഇസഡ് വൈ എക്സ് ഡബ്ല്യു. ഓക്കെ, നോക്കിയേ, ഡബ്ല്യു എക്സ് വൈ ഇസഡ്, അതാണ് ഓർഡർ. മനസ്സിലായല്ലോ? ഡബ്ല്യു എക്സ് ഡബ്ല്യു, ഇവിടുത്തെ ആദ്യ ലെറ്റർ ഡബ്ല്യു, ഇതിനകത്ത് ആദ്യം എക്സ്, ഇതിനകത്ത് വൈ ഇസഡ്. തിരിച്ച് ഇസഡ് ഒന്ന് കുറയ്ക്കുമ്പോൾ വൈ, വൈ ഒന്ന് കുറയ്ക്കുമ്പോൾ എക്സ്, എക്സ് ഒന്ന് കുറയ്ക്കുമ്പോൾ ഡബ്ല്യു. തിരിച്ച് അങ്ങോട്ട് ചെയ്താലും മതി. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ ഈ രണ്ടാമത്തെ ലെറ്ററിൽ തന്നെ നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ബി ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണ്. ഇവിടെ ഡബ്ല്യു ആണ്, ഇവിടെ ഡബ്ല്യു ആണ് വന്നിരിക്കുന്നത്. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? ഓക്കെ, ഓക്കെ. അടുത്ത ഇതിനകത്ത് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്, ഓക്കെ, തീയതി കലണ്ടർ, സമയം ഡാഷ്. തീയതി എന്തിനുള്ള? തീയതി നമ്മൾ നോക്കുന്നത് കലണ്ടറിനകത്താണ്. അപ്പോൾ നമ്മൾ സമയം നോക്കുന്നത് സ്വാഭാവികമായിട്ട് എന്തിനകത്തായിരിക്കണം? ക്ലോക്കിനകത്തായിരിക്കണ്ടേ? തീയതി നോക്കുന്നത് കലണ്ടറിനകത്താണ്. അപ്പൊ അതേപോലെ തന്നെ സമയം നോക്കുന്നത് ക്ലോക്കിനകത്തായിരിക്കും. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ക്ലോക്ക് ആണ്. അടുത്ത് വരുന്നത് ഇവിടുത്തെ ആൻസർ ക്ലോക്ക് ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് 20 മാത്സ് ആൻഡ് മെന്റബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പാടായിട്ട് തോന്നുന്നു? എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യനാണ്, എല്ലാം വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിട്ടേക്കുന്നത്. ഓക്കെ, അപ്പൊ 20 മാർക്ക് എങ്കിൽ ഇതേപോലെ വളരെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പഠിപ്പിച്ച എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കിടിലൻ അടുത്തൊരു ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്തൊരു സീരീസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പൊ വീണ്ടും നമുക്ക് കാണാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.